കുഞ്ഞിനെ ക്ലാസ്സില്ലാത്തപ്പോഴാണ് കേട്ടോ എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല ഇഷ്ടം. അതാകുമ്പോൾ നല്ല കൂളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റും. കാരണം കൊച്ചും എൻ്റെ കൂടെ ജോലി ചെയ്യും, എനിക്ക് വീഡിയോ എടുത്തു തരും, എനിക്കെല്ലാം ബാലൻസ് ചെയ്ത് സമാധാനത്താലേ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം രാവിലെ എണീറ്റപ്പോൾ തന്നെ ആൾ പറഞ്ഞു ഇന്നെല്ലാ ജോലികളും ഞാൻ ചെയ്തോളാമെന്ന് കേട്ടോ. പിന്നെ ആളിനെ ഞാൻ നിരുത്സാഹപ്പെടുത്താറൊന്നുമില്ല. അപ്പോൾ കൊച്ച് അരി കഴുകുകയാണ് കേട്ടോ. അരിയൊക്കെ നല്ല വെളുപ്പിച്ച് നല്ല സൂപ്പറാക്കി തരും കേട്ടോ. ആ വെള്ളം എത്രയും വെളുക്കുന്നോ അത്രയും അരിയൊക്കെ എനിക്ക് കഴുകിത്തരും. അപ്പം ഞാൻ രാവിലെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാണ് കേട്ടോ. രാവിലെ ഒരു ചായ കുടിച്ചാലേ എനിക്ക് ജോലി ചെയ്യാൻ ഒരു ഉന്മേഷമൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടും കടലക്കറിയാണ് കേട്ടോ. സാധാരണ നമ്മൾ വീട്ടിൽ തന്നെ വറുക്കുന്ന അരിപ്പൊടിയിലായിരുന്നു പുട്ടുണ്ടാക്കുന്നത്. പക്ഷേ ഇത് പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ്. എറണാകുളം ജില്ലയിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേങ്കിൽ എറണാകുളത്ത് ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും. നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ പൊൻകതിറിൻ്റെ പുട്ടുപൊടി. അതേപോലെ കെ പുട്ടുപൊടിയും അതും അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെയാണ് കുറേ കാലമായിട്ട് വാങ്ങിക്കാറ്. പിന്നെ വേറെ ബ്രാൻഡിൻ്റെ ഒന്നും അധികം ഞാനങ്ങനെ മേടിക്കില്ല കേട്ടോ. എനിക്കിത് എൻ്റെ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് പൊൻകതിറിൻ്റെ ഒരു ഫാനാണ് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ പൊൻകതിർ യൂസ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞിട്ടാണ്. അതിന് മുന്നെയൊക്കെ നമ്മൾ വീട്ടിൽ അരിപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ടുള്ള പുട്ടും ഇടിയപ്പവും കൊഴുക്കട്ടയും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം എനിക്ക് ഏതായാലും അങ്ങനെ മമ്മി വല്ലപ്പോഴും തന്നു വിടുന്ന അരിപ്പൊടിയും കൊണ്ട് അന്നൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ എപ്പോഴും മമ്മിയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുറത്തുനിന്ന് മേടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനൊരു പൊൻകതിർ ഫാനായത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ജോലികൾ തീർക്കുകയാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഇഷ്ടം അത് തന്നെയാണ്. ബാക്കിയുള്ള സമയമെല്ലാം നല്ല നമ്മളുടെ കാര്യങ്ങൾക്കായിട്ട് മാറ്റി വെക്കാമല്ലോ. അല്ലെങ്കിൽ നമ്മൾക്ക് രണ്ടും കൂടി ഭ്രാന്തായി പോവും. അപ്പോഴാണ് നമ്മൾക്ക് ശരിക്കും ദേഷ്യമൊക്കെ വന്ന് നമ്മൾക്ക് കുഞ്ഞുങ്ങളോടുകൂടെ ദേഷ്യപ്പെടാൻ തോന്നുന്നത്. കാരണം ചില ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ജോലി ഒതുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമ്മളെപ്പോലെ ക്ഷമയോടെ നിന്നൊന്നും കുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ കളിക്കാനൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല. അപ്പം നമ്മൾക്ക് ദേഷ്യമൊക്കെ വരും, സ്വാഭാവികം. അതുകൊണ്ട് തന്നെ രാവിലെ എല്ലാ ജോലികളും തീർക്കുകയാണ് കേട്ടോ. അതാണ് നമ്മളുടെ ഒരു ദിവസത്തെ ഒരു എനർജിയുടെ ഫസ്റ്റ് കാര്യം. കാരണം ആ ഒരു ദിവസം നമ്മൾക്ക് എനർജിയോടെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ പറ്റണമെങ്കിൽ ഈ അടുക്കളപ്പണിയിൽ നിന്ന് നമ്മൾ മോചിതയാണ് കേട്ടോ. എന്നാലേ പറ്റുള്ളൂ. എപ്പോഴും ദോശയുടെ മാവൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. ഒരു 2 ദോശയൊക്കെ ഉണ്ടാക്കി ഞാനങ്ങ് കഴിക്കും. എനിക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിലും ദോശയോളം മറ്റൊന്നും അധികം ഇഷ്ടമല്ല കേട്ടോ. പിന്നെ പുട്ട് ഇഷ്ടമാണ്, പഴം കൂട്ടി കഴിക്കാൻ ഇഷ്ടമല്ല. പുട്ട് ആണെങ്കിൽ കടലക്കറി നിർബന്ധമാണ് കേട്ടോ. അതാകുമ്പോൾ എനിക്ക് ചോറിനും കഴിക്കാം. അതുകൊണ്ടാണ് കടലക്കറിയും ചോറും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. കടല ഈ പരിപ്പ് വർഗ്ഗങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കടലയാണ് കേട്ടോ. അപ്പം കുഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് ദോശ ഇടാൻ കയറിയിട്ടുണ്ട്. ദോശ ഇടാൻ കയറിയ ഇതൊക്കെയാണ് കേട്ടോ അവസ്ഥ. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനിമൽസിനെയും ബേർഡ്സിനെയും വീടും എല്ലാം ഉണ്ടാക്കും കേട്ടോ. പിന്നെ ആർക്കും ഒരു പരാതിയില്ല. കൊച്ചെന്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും എല്ലാവരും മിണ്ടാതെ അത് കഴിച്ചിട്ട് പൊക്കോളൂ കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഗ്യാസ് ഒരുപാട് നഷ്ടപ്പെട്ടു പോവും, അതുകൊണ്ട് തന്നെ വേഗം പരിപാടി നിർത്തിക്കൂ എന്ന്. പിന്നെ ഞങ്ങൾ നടക്കാൻ പോയി കേട്ടോ.